കണ്ണടയെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന ഒരാൾ പിന്നീട് $5.6 ബില്യൺ കണ്ണട കമ്പനി ഉണ്ടാക്കിയത്രേ. ദിസ് ഈസ് ഡേ 27 ഓഫ് ടെല്ലിംഗ് ബിസിനസ് സ്റ്റോറീസ്. ഇത് പീയൂഷ് ബൻസാൽ, ഫൗണ്ടർ ഓഫ് ലെൻസ്കാർട്ട്. പല വ്യത്യസ്ത ബിസിനസ്സുകൾ നടത്തി ഫെയിലായ നമ്മുടെ പീയൂഷ് 2010 മറ്റൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്റെ മനസ്സിൽ കാണുകയാണ്, ദി കണ്ണട ബിസിനസ്. 2010 ഐവെയർ മാർക്കറ്റ് എന്നത് വളരെ അപൂർവമായ ഒരു മാർക്കറ്റ് ആയിരുന്നു. അതായത് അന്നൊന്നും അങ്ങനെ കാര്യമായിട്ട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഒന്നും തന്നെ സ്പെക്ടക്കിൾ ബിസിനസ്സിൽ ഉണ്ടായിരുന്നില്ല. ആകെ 2-3 ബ്രാൻഡ്സ് മാത്രമായിരുന്നു. സോ ബൈ സീയിങ് ദിസ് ഓപ്പർച്യൂണിറ്റി, പീയൂഷ് ബൻസാൽ ലോഞ്ച്ഡ് ലെൻസ്കാർട്ട് ഇൻ 2010. തുടക്കത്തിലെ തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ഒരു സക്സസ് ആവാനായിട്ട് ലെൻസ്കാർട്ടിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്ട്സ് ഓഫർ ചെയ്തത് കൊണ്ടും അതുപോലെ തന്നെ ഓരോ ലെൻസ്കാർട്ടിൻ്റെ സ്റ്റോറിലും ഓരോ കസ്റ്റമേഴ്സിനും ഒരു പ്രീമിയം ഫീൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്തത് കൊണ്ടും തന്നെയാണ്. കൂടാതെ ലെൻസ്കാർട്ടിൻ്റെ ആപ്പിലൂടെ ആയാലും അവർ ഒരുപാട് വെറൈറ്റീസ് ഓഫ് എക്സ്പീരിയൻസസും പ്രൊവൈഡ് ചെയ്തിരുന്നു. ലൈക്ക് വെൽ പർച്ചേസിംഗ് എ ഗ്ലാസ് നമ്മൾക്ക് വേണമെങ്കിൽ 3D ഗ്ലാസ് ടെക്നോളജി എന്ന ഒരു ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളെ കംഫർട്ടിൽ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ സ്പെക്ടക്കിൾസ് ട്രൈ ചെയ്ത് നോക്കാം. ഇതുകൊണ്ടൊക്കെ തന്നെ ലെൻസ്കാർട്ട് turned out to be a value based brand, and today Lenskart is valued at $5.6 billion.